എല്ലാ നിർബന്ധമായ കാര്യങ്ങളും പുണ്യകരമായ കാര്യങ്ങളും സ്വഭാവവും നയവും നിയമവും എല്ലാം ഉൾക്കൊണ്ട് ജീവിച്ച ആള്, ഏറ്റവും പരിപൂർണമായി ഉൾക്കൊണ്ട് ജീവിച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില പ്രത്യേകതകൾ ചില വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേർതിരിച്ചും നമ്മൾ എടുക്കേണ്ടത് വേറെയുമൊക്കെ വിശദീകരിച്ചു തന്നത് ഖുർആനും ഹദീസും സ്വഹാബികളുടെ ജീവിതവുമെല്ലാം പരിപൂർണമായി പഠിച്ച മഹാന്മാരായ ഇമാമീങ്ങളാണ്. ആ ഇമാമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കുമ്പോൾ മാത്രമേ നബിതങ്ങളുടെ സുന്നത്ത് കൃത്യമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവരാവുകയുള്ളൂ എന്നത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. ഞാൻ ഇന്നലെ കുട്ടികൾക്ക് സഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്തു. ഇന്നലെ അല്ല, ഞാൻ സഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്തു. ആ സഹീഹുൽ ബുഖാരിയിൽ അസറിന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസുണ്ട്. അതേപോലെ സുബഹിന്റെ ശേഷവും സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസുണ്ട്. എന്നാൽ ഇമാം ബുഖാരി തങ്ങൾ തന്നെ അതിന്റെ ശേഷം അൽ ഫായിത അഥവാ നഷ്ടപ്പെട്ടു പോയ നിസ്കാരം അസറിന്റെ ശേഷവും സുബഹിന്റെ ശേഷവും നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഖളാ ആയി പോയതാണെങ്കിലും ഇനി സുബഹിന്റെ സുന്നത്ത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ജമാഅത്ത് നടക്കുകയാണ്. നമ്മൾ ജമാഅത്തിൽ പങ്കെടുത്താൽ സുബഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന് ശേഷം നമുക്ക് നിർവഹിക്കുന്നതിന് കുഴപ്പം ഇല്ല. ഇതേപോലെ അസറിന്റെ ശേഷം നമ്മൾ പള്ളിയിലേക്ക് കയറി വന്നു. നമ്മൾ അസറിന്റെ ശേഷം കയറി വന്നൽപ്പം ഖുർആൻ ഓതാമെന്ന നിലക്ക് കയറി വന്നതാണ്. അസർ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ പള്ളിയിൽ കയറിയ വകയിൽ ഒരു 2 റക്അത്ത് നിസ്കാരമുണ്ടല്ലോ, അതിൻ്റെ പേരാണ് തഹിയ്യത്ത് നിസ്കാരം. അത് അസറിന്റെ ശേഷമായതുകൊണ്ട് നമുക്ക് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ആ നിസ്കാരത്തിന് നിമിത്തമായ വിഷയം പള്ളിയിൽ പ്രവേശിക്കുക എന്നതാണ്. പ്രവേശിച്ചതിന് ശേഷമുള്ള നിസ്കാരമാണ്, അതിന് കുഴപ്പം ഇല്ല. കാരണമുള്ള നിസ്കാരമാണ്, കാരണം മുന്തിയതുമാണ്. മുന്തിയത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് മുമ്പ് പ്രവേശനം നടന്നിട്ടുണ്ട്. പള്ളിയിൽ പ്രവേശിച്ച വകയിലാണ് നിസ്കാരം. പ്രവേശനം ആദ്യം കഴിഞ്ഞു, ശേഷം നിസ്കരിക്കുകയാണ്. നിമിത്തം കാരണം ആദ്യം വന്നതാണ് എന്നർത്ഥം. എന്നാൽ ചിലപ്പോൾ കാരണം പിന്തി വരുന്ന ചില സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഉദാഹരണത്തിന് യാത്ര പോകുന്ന സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ ഇസ്ലാമിൽ ഉണ്ട്. യാത്ര ഇറങ്ങുന്ന സമയത്ത് 2 റക്അത്ത് നിസ്കാരം. ആ നിസ്കാരം യാത്രയുടെ കാരണം കൊണ്ടാണെങ്കിലും യാത്ര ശേഷവും നിസ്കാരം ആദ്യവുമാണ്. നിസ്കരിച്ചിട്ട് യാത്ര ഇറങ്ങുകയാണ്. അങ്ങനെയുള്ള നിസ്കാരം അസറിന്റെ ശേഷം പാടില്ല, സുബഹിക്ക് ശേഷവും പാടില്ല. സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ രാവിലെ സുബഹിക്ക് ശേഷം പാടില്ല. സൂര്യൻ അസ്തമിക്കുന്നത് വരെ അസറിന്റെ ശേഷം പാടില്ല. നമ്മളെ വീട്ടിൽ നിന്ന് സുബഹിന്റെ ശേഷം യാത്ര ഇറങ്ങുമ്പോൾ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുമ്പാണ് ഇറങ്ങുന്നതെങ്കിൽ യാത്രയുടെ സുന്നത്ത് നിസ്കാരം അപ്പോൾ നിർവഹിക്കാൻ പാടില്ല. കാരണം യാത്ര ശേഷവും സുന്നത്ത് നിസ്കാരം ആദ്യവുമാണ്. ഇത് കാരണം പിന്തിയതാണ്, അഥവാ നിമിത്തം പിന്തിയതാണ്, നിമിത്തം മുന്തിയതല്ല. ഇനി വേറൊരു ഉദാഹരണം പറയാം. വുളു എടുത്തു കഴിഞ്ഞാൽ ആ വകയിൽ ആ വുളുവിൻ്റെ അവയവങ്ങൾ ആറിപ്പോകുന്നതിന് മുമ്പ്, ഉണങ്ങിപ്പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കൽ പ്രത്യേകം പുണ്യമുണ്ട്. അവിടെ വുളു എടുത്തതിന് ശേഷമാണ് നിസ്കാരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അസറിന്റെ ശേഷമോ സുബഹിന്റെ ശേഷമോ ആണെങ്കിലും വുളു എടുത്ത് കയറി വന്ന ഉടനെ വുളുവിന്റെ സുന്നത്ത് എന്ന നിലക്ക് ആ നിസ്കാരം നിർവഹിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അതിൻ്റെ നിമിത്തം ആദ്യമാണ്, നിസ്കാരം ശേഷമാണ്.
എന്നാൽ ഒരാൾ ഇഹ്റാം ചെയ്യുന്ന സമയത്ത്, ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഇഹ്റാമിന്റെ പേരിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ഇഹ്റാം നിസ്കാരത്തിന്റെ ശേഷമാണ്, നിസ്കാരം ആദ്യമാണ്. അതുകൊണ്ട് തന്നെ അസറിന്റെ ശേഷമോ സുബ്ഹിന്റെ ശേഷമോ ആണെങ്കിൽ ആ സമയത്ത് ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. മറിച്ച് സുന്നത്ത് നിസ്കരിക്കാതെ ഇഹ്റാം ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ സുന്നത്ത് നിസ്കാരം സ്വാഭാവികമായും കാരണമില്ലാത്ത, അതേപോലെ മുന്തിയ കാരണമില്ലാത്ത, അതേപോലെ ഫായിത്ത് ഖളാ അല്ലാത്ത നിസ്കാരം, അതുപോലെയുള്ള നിസ്കാരം സാധാരണ വെറും ഒരു സുന്നത്ത് നിസ്കാരം എന്ന നിലക്ക് നിസ്കരിക്കുമ്പോഴും കാരണം പിന്നീട് വരുന്ന നിമിത്തമാണെങ്കിൽ അത്തരം നിസ്കാരങ്ങളും സുബ്ഹിന്റെയും അസറിന്റെയും ശേഷം നിസ്കരിക്കാൻ പാടില്ല എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ടിന ഹദീസ് 2 വിധത്തിലുള്ള ഹദീസുകളും ഉദ്ധരിച്ച് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ശരിക്കും മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന്റെ ശേഷം സുന്നത്ത് നിസ്കരിച്ചിരുന്നു എന്ന് ഹദീസിൽ ഉണ്ട്. നബി തങ്ങൾ നിസ്കരിച്ചു എന്ന് മാത്രമല്ല, എപ്പോഴും നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഹദീസിൽ നമുക്ക് കാണാം. വാസ്തവത്തിൽ അങ്ങനെ നിസ്കരിക്കരുത് എന്ന് നബി തങ്ങൾ നമ്മളോട് വിരോധിച്ചതും, അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന്റെ ശേഷം സ്ഥിരമായി സുന്നത്ത് നിസ്കാരം നിർവഹിക്കുകയും ചെയ്തിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മറ്റും പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ ളുഹർ നിസ്കാരത്തിനോട് കൂടിയുള്ള ഒരു സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയതിനാൽ അത് അസറിന്റെ ശേഷം നിസ്കരിച്ചതായിരുന്നു എന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില മഹദികൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾ എപ്പോഴും അസറിന്റെ ശേഷം സുന്നത്ത് നിസ്കരിച്ചിരുന്നു എന്നർത്ഥം വരുന്ന ഹദീസ് തന്നെ പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു നൽകുന്ന വിശദീകരണം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. നമുക്ക് അസറിന്റെ ശേഷം അങ്ങനെ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നതാണ്. അതിന് വേറൊരു ഉദാഹരണം ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവിടെ ഉദ്ധരിക്കുന്നു. നമുക്ക് ഒരു നോമ്പെടുത്താൽ മഗ്രിബാകുന്നതോടുകൂടെ നോമ്പ് മുറിക്കണം, നോമ്പ് തുറക്കണം. അതല്ലാതെ തുടർച്ചയായി അങ്ങനെ നോമ്പ് മുറിക്കാതെ, നോമ്പ് തുറക്കാതെ തുടർച്ചയായി 1, 2, 3 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുന്നതിന് വിസാല് എന്ന് പറയും. അങ്ങനെയുള്ള നോമ്പ് എടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും നോമ്പ് മുറിക്കുന്ന സമയമാകുമ്പോൾ നോമ്പ് മുറിക്കുകയാണ് വേണ്ടത്. തുടരെ ഒന്നും കഴിക്കാതെ നോമ്പെടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. എന്നാൽ മഹാന്മാരായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർച്ചയായി നോമ്പ് മുറിക്കാതെ തുടർച്ചയായി നോമ്പെടുക്കുന്നത് സഹാബികൾ കാണാറുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ സഹാബികൾ ചോദിച്ചു, ഓ നബിയെ, ഒന്നായി നോമ്പെടുക്കരുത് എന്ന് അവിടുന്ന് പറയുന്നു. ഇന്നക്കത്ത് വാസിലു, തങ്ങൾ വിസാല് ചെയ്യുന്നുണ്ടല്ലോ, തുടർച്ചയായി നോമ്പെടുക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആ മറുപടി എന്താണ്? ഇന്നി ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, സഹീഹുൽ ബുഖാരിയിലെ മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെയാണ്. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. വേറൊരു റിപ്പോർട്ടിൽ ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളുടെ രൂപഭാവത്തിൽ അല്ല. ആ ഹദീസിന്റെ ശേഷം ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെ കാണാം, യുത്ഇമുനി റബ്ബി വയസ്ഖീനി, നിങ്ങളറിയാതെ, നിങ്ങൾ കാണാതെ എൻ്റെ റബ്ബ് എനിക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, എൻ്റെ റബ്ബ് എനിക്ക് പാനീയം നൽകുന്നുണ്ട്, നിങ്ങളും ഞാനും ഒരുപോലെയല്ല എന്ന് പറഞ്ഞതായി ആ ഹദീസിൽ നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചെയ്താൽ ആ കാര്യത്തെ സംബന്ധിച്ച് വളരെ വിലയിരുത്തേണ്ടതുണ്ട്.
ആരാണ് വിലയിരുത്തേണ്ടത്? ഞാനല്ല, നിങ്ങളല്ല. അത് വിലയിരുത്താൻ കഴിയുന്ന ഇമാമിങ്ങൾ, അവർ അത് വിലയിരുത്തി എല്ലാ ഭാഗവും പഠിച്ച് അവർ പറഞ്ഞു തരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്, നിങ്ങൾക്കത് പറ്റൂല. നമുക്ക് എത്ര വിവാഹം കഴിക്കാൻ പറ്റും? എത്ര വിവാഹം കഴിക്കാൻ പറ്റും നമുക്ക്? നല്ല ചോദ്യമല്ലേ? എത്ര പറ്റും? നമുക്ക് എത്ര വിവാഹം കഴിക്കാൻ പറ്റും? 4. നല്ല കോളായി. ഒരൊറ്റ 4 വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകാം. അതേസമയത്ത് എനിക്ക് ഒന്നിലധികം പറ്റൂല, ഒരു വിവാഹത്തിലധികം എനിക്ക് പറ്റൂല. നിങ്ങളെ കൂട്ടത്തിൽ 99% പറ്റൂല, ഒരു വിവാഹത്തിലധികം പറ്റൂല. അതുകൊണ്ട് ആരും ഒന്നിലധികം വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഇല്ല. അങ്കിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാഅ. നിങ്ങൾക്ക് അതേ 2, 3, 4 വരെ വിവാഹം കഴിക്കാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനർത്ഥം എല്ലാവർക്കും 4 വിവാഹം കഴിക്കാം എന്നല്ല. മറിച്ച് അതിനുള്ള സാഹചര്യവും ആരോഗ്യവും അതിനുള്ള നീതിബോധവും അതേപോലെ എല്ലാ ഭാര്യമാരോടും ഒരേ രൂപത്തിൽ പെരുമാറാനും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ഒരേപോലെ വസ്ത്രം നൽകാനും ഒരേപോലെ കിടപ്പറ നൽകാനും ഒരേപോലെ ഭക്ഷണം കൊടുക്കാനും ഒരേപോലെ അവരുടെ വീട്ടിൽ ഹാജരാകാനും, ഒരു ദിവസം ഒരു ഭാര്യയുടെ സമീപത്ത് പോയാൽ പിറ്റേ ദിവസം മറ്റേ ഭാര്യയുടെ സമീപത്ത് പോകണം. ആ നിലക്ക് പരിപൂർണമായ നീതി പുലർത്താൻ സാധിക്കുന്നവരും അതിനാവശ്യമുള്ളവരും അതിന് സാഹചര്യം ഒത്തിണങ്ങുന്നവരും, അങ്ങനെ ഒരുപാട് നിബന്ധനകൾ ഒത്താൽ മാത്രമേ ഒന്നിലധികം വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും പറ്റുന്നത് ഒറ്റ വിവാഹമാണ്. ഒരു വിവാഹം തന്നെയും വാസ്തവത്തിൽ പറ്റാത്തവർ ഉണ്ടാകാം. അതിനാൽ എല്ലാവർക്കും 4 കെട്ടാം എന്നാരും വിചാരിക്കണ്ട. അത് പറ്റുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ഏതായിരുന്നാലും 4 വിവാഹം കഴിക്കാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം 4 കഴിക്കണം എന്നല്ല. ഫങ്കിഹു, നിങ്ങൾ അതേ ആ വിവാഹം കഴിച്ചോളൂ, 4 വരെ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ 4 കഴിക്കണം എന്നല്ല. നമ്മളൊരു പള്ളിൻ്റെ മുമ്പിൽ ഒരു ചട്ടി വെച്ചിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ പോന്നവരെല്ലാം ഇവിടെ തുപ്പിയിട്ടേ പോകാവൂ എന്നല്ല, ഇവിടെ തുപ്പാവൂ എന്നാണ് അതിൻ്റെ അർത്ഥം. വേറെ ഒരു സ്ഥലത്തും തുപ്പരുത്, മുറ്റത്തൊക്കെ തുപ്പി നാശാക്കരുത്, ഇവിടെ മാത്രമേ തുപ്പാവൂ എന്നാണ് ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ഇവിടെ തുപ്പൽ സുന്നത്താണെന്നോ ഇവിടെ തുപ്പാതെ ഒരാളും അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ പാടില്ലെന്നോ ആ പറഞ്ഞതിന് അർത്ഥം ഇല്ല. അതുപോലെ 4 പേരെ വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നുവെങ്കിൽ 4-ലധികം പാടില്ല, ഒരു നിലക്കും പാടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ സമയത്ത് 9 വിവാഹം കഴിച്ചതായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖസായിസിൽപ്പെട്ടതാണ്. നബി തങ്ങൾക്ക് മാത്രമുള്ള നിയമമാണ്, നമുക്ക് ആ നിയമം ബാധകമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിവാഹം കഴിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ വിരോധികളും ഇസ്ലാമിൻ്റെ ശത്രുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അവർ പല തോന്നിവാസങ്ങളും വിവരക്കേടുകളും പറയാറുണ്ട്. അതവർക്ക് നബി തങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയില്ലേ, അവിടുന്ന് 25 വയസ്സുള്ള ചെറുപ്പക്കാരനായ സമയത്ത് 40 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് വിവാഹം കഴിച്ചത്. അതെന്തേ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹായവും സഹകരണവും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിനും വളർച്ചക്കും വളരെ അനിവാര്യമായിരുന്നു. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വലിയ സഹകരണമുള്ള സ്ത്രീയായിരുന്നു. എന്തിനധികം പറയണം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരെല്ലാം തോന്നിവാസികളും അതുപോലെ തെമ്മാടികളുമായി ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള യാതൊരു അനാശാസ പ്രവണതകളിലേക്കും ഒരു തെറ്റുകളിലേക്കും ഒരു തോന്നിവാസത്തിലേക്കും പോകാതെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലുമില്ലാതെ ഏറ്റവും നല്ല സംശുദ്ധമായ ജീവിതം നയിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ പ്രബോധന പ്രവർത്തന രംഗത്ത് വലിയ സഹായം ലഭിച്ച സ്ത്രീയാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ വാചകം ഇന്ന് നമ്മൾ മക്കയിൽ പോയാൽ ജബലുൻ നൂർ എന്ന് പറയുന്ന ഒരു മല നമുക്ക് കാണാൻ സാധിക്കും. ആ ജബലുൻ നൂറിന്റെ മേലെയുള്ള ഗാർ ഹിറാ എന്ന് പറഞ്ഞ ഹിറാ ഗുഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്ത് ഓതിക്കൊടുത്തത്. എന്നാൽ സുഹൃത്തുക്കളെ, ആ ഗുഹയുടെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയത് എങ്ങനെയായിരുന്നു? അവിടെ മക്കയിലുള്ള ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ 40 വയസ്സുള്ളവരൊക്കെ അങ്ങനെ ഗുഹയിൽ പോയി ഇരിക്കലായിരുന്നു പതിവ്? ഒരിക്കലും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു തെറ്റും ചെയ്യാത്തവരും ഒരബദ്ധവും സംഭവിക്കാത്തവരും ഒരു പിഴവും പറ്റാത്തവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പ്രത്യേകം സെലക്ട് ചെയ്തെടുക്കുകയും അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂലിന് ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും ഹൃദയത്തിൽ തോന്നിപ്പിച്ചു കൊടുത്ത് ലോകത്ത് ആർക്കും ഒരു ന്യൂനത പറയാൻ കഴിയാത്ത വിധം 40 വർഷം ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുത്ത തുല്യതയില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയാൻ വേണ്ടി അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ ഓ നബിയെ തങ്ങൾ പറയൂ, അതേ ഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി ലഅല്ലകും തഅഖിലൂൻ. ഞാൻ നിങ്ങളിൽ ഈ ഖുർആൻ കൊണ്ടുവന്ന് ഓതിത്തരുന്നതിന് മുമ്പ് ഞാൻ 40 കൊല്ലത്തോളം നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചിട്ടില്ലേ? നിങ്ങൾക്കാർക്കെങ്കിലും ഞാനൊരു കളവ് പറയുമെന്ന് തോന്നിയിരുന്നോ? ഞാൻ കളവ് പറഞ്ഞിരുന്നോ? ഞാനൊരു വാക്ക് ലംഘിച്ചിരുന്നോ? ഞാനൊരു കുടുംബബന്ധം മുറിച്ചിരുന്നോ? ഞാനൊരു അയൽവാസിക്ക് ശല്യം ചെയ്തിരുന്നോ? ഞാൻ ആർക്കെങ്കിലും ഒരു ചെറിയ ശല്യം ചെയ്തിരുന്നോ? ആരോടെങ്കിലും ഒരു അനീതി പ്രവർത്തിച്ചിരുന്നോ? ആർക്കെങ്കിലും എൻ്റെ ജീവിതം കൊണ്ട് വല്ല പ്രയാസവും ഉണ്ടായിരുന്നോ? ഞാൻ ആരെങ്കിലും ചീത്ത വിളിച്ചിരുന്നോ? തെറി പറഞ്ഞിരുന്നോ? ഞാൻ അവമതിച്ചിരുന്നോ? പരിഹസിച്ചിരുന്നോ? എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത 40 വർഷത്തെ ജീവിതത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നോ? ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചവനല്ലേ? ആ 40 വർഷത്തിനിടയിൽ ഞാൻ വല്ല ഗുരുനാഥന്റെ മുമ്പിലും പോയി എഴുത്ത് പഠിച്ചിരുന്നോ? ഓത്ത് പഠിച്ചിരുന്നോ? ഞാൻ വല്ല അധ്യാപനങ്ങളും ഞാൻ നടത്തിയിരുന്നോ? എനിക്കാരെങ്കിലും ഒരു ക്ലാസ് എടുത്തു തന്നിട്ടുണ്ടോ? ഇതൊന്നുമില്ലെന്നത് നിങ്ങൾക്കറിയാമല്ലോ. അഫലാ തഖിലൂൻ. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അങ്ങനെയൊന്നുമില്ലാത്ത ഞാൻ ഒരു പ്രഭാതത്തിൽ എല്ലാ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാ വിവരമുള്ളവർക്കും വിവരം പറഞ്ഞു കൊടുക്കുന്ന, എല്ലാവർക്കും എല്ലാ വിഷയത്തിലും ഡയറക്ഷൻ നൽകുന്ന, എല്ലാവർക്കും മാതൃക കാണിച്ചു കൊടുക്കുന്ന അതേ ശ്രവണമധുരമായ സാഹിത്യ സമ്പുഷ്ടമായ അതേ ആശയഗാംഭീര്യമുള്ള ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഓതിത്തരുമ്പോൾ അതേ ഈ ഖുർആന് പോലെ സാഹിത്യ സമ്പുഷ്ടതയുള്ള ആശയഗാംഭീര്യമുള്ള അതേ ശ്രവണമാധുര്യമുള്ള ഇതുപോലെ കോർവയുള്ള
ഒരു ഗ്രന്ഥം പോകട്ടെ, ഒരു ചെറിയ ഇന്നാഅതൈനാക്കൽ കൗസറിന്റെ വലിപ്പത്തിലെങ്കിലും ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ, കഴിയുമോ എന്ന് വെല്ലുവിളിച്ചില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ നിലയ്ക്ക് വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ്, അവിടുത്തെ മനസ്സ് ലോക സൃഷ്ടാവിലേക്ക് നീങ്ങിയ മനസ്സാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പറ്റില്ല, എൻ്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യണം, എൻ്റെ റബ്ബിന് ആരാധന നടത്തണം, എൻ്റെ റബ്ബിന് നന്ദി ചെയ്യണം എന്ന ബോധം കുട്ടിക്കാലം മുതലേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. അതിനാൽ ആ ഇബാദത്തുകൾ നിർവഹിക്കുന്നതിനിടയിൽ ഹുബ്ബിബ ഇലൈഹിൽ ഖലാഅ്. സഹീഹുൽ ബുഖാരിയിൽ ബാബു കൈഫ കാന ബദ്ഉൽ വഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയിന്റെ ആരംഭം എങ്ങനെ എന്ന് പറയുന്ന ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കാണാം. നബി തങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് ഇബാദത്ത് എടുക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആ വലിയ ഉയരമുള്ള പർവ്വതത്തിന്റെ മേലെ പോയി ഗുഹയിലിരുന്ന് രാത്രിയും പകലും പടച്ചവനെ ഇബാദത്ത് എടുക്കുകയാണ് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ്. അങ്ങനെ അവിടെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. നീണ്ട സംഭവമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ആ സംഭവം നടന്നു നിൽക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഇബാദത്തിൽ മുഴുകി ജീവിക്കുകയായിരുന്നു. എന്നാൽ ആ പർവ്വതത്തിന്റെ മേലെ ഇരുന്ന് ഇബാദത്ത് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമുള്ള ഭക്ഷണം, ആവശ്യമുള്ള ഒരുക്കം, അത് മുഴുവനും ഒരുക്കി കൊടുത്തതും തയ്യാർ ചെയ്തു കൊടുത്തതും സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ്. ആ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ യുവപ്രായത്തിൽ മുഴുവനും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയല്ലാത്ത വേറെ ഭാര്യമാരാരും ഇല്ല. 50ഓളം വയസ്സുകൾക്ക് ശേഷം മാത്രമാണ് നബി തങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്. യുവത്വത്തിൽ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയും നബി തങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചത് അവിടുന്ന് കുറെ കാമവികാരം ഉള്ളതുകൊണ്ട് വിവാഹം കഴിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ അത് യുവത്വത്തിലല്ലേ കൂടുതൽ വിവാഹം കഴിക്കേണ്ടത്? ഏത് ബുദ്ധിയുള്ളവരും അത് മനസ്സിലാക്കാൻ കഴിയും. നബി തങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ വിവരിച്ചത് കാണാം. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അത് വിശാലമാണ്. അന്ത്യനാൾ വരെ ജീവിക്കുന്ന സർവ്വജനങ്ങൾക്കും ഇസ്ലാമിന്റെ നിയമങ്ങൾ എത്തിച്ചു കൊടുക്കണം. ആ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഭാര്യയെ എങ്ങനെ സമീപിക്കണം, ഭാര്യയുമായി എങ്ങനെ പെരുമാറണം, ഭാര്യയുമായി എങ്ങനെ സംഗമിക്കണം, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുപോലെ സ്ത്രീകളുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സംഗതികൾ ഉണ്ട്. നമുക്കറിയാലോ, അവർക്ക് ചിലപ്പോൾ നിസ്കാരം നിർബന്ധമില്ല. അതേപോലെ പല സംഗതികളുമുണ്ട്. ആ കാര്യങ്ങളുടെ എല്ലാ നിയമങ്ങൾ ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സ്ത്രീകളുടെയും പ്രകൃതി ഒരുപോലെയല്ല. ചില സ്ത്രീകൾക്ക് മാസത്തിൽ ഒരൊറ്റ ദിവസം മാത്രമേ മെൻസസ് ഉണ്ടാവുകയുള്ളൂ. വേറെ ചില സ്ത്രീകൾക്ക് 3 ദിവസം 4 ദിവസമൊക്കെ ഉണ്ടാകാം. വേറെ ചില സ്ത്രീകൾക്ക്, സാധാരണ അധിക സ്ത്രീകൾക്കും 6-7 ദിവസം ഉണ്ടാകാം. ചില സ്ത്രീകൾക്ക് 15 ദിവസം വരെ മെൻസസ് ഉണ്ടായി എന്ന് വരാം. എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ല. അങ്ങനെ വരുമ്പോൾ എല്ലാ സ്ത്രീകളുടെയും വിഷയങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ പ്രകൃതിയുള്ള വ്യത്യസ്തമായ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലുള്ള സംഗതികൾ മനസ്സിലാക്കി നിയമം പഠിപ്പിക്കേണ്ടതും പറയേണ്ടതുമുണ്ട്. അങ്ങനെ പറയണമെങ്കിൽ വെറും ഒരു ഭാര്യ മാത്രമുണ്ടായാൽ പോരാ. ഒന്ന്. രണ്ടാമത്തേത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മനുഷ്യർക്ക് എല്ലാ വിഷയത്തിലുമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ സ്വകാര്യ ജീവിതത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ പഠിക്കാൻ കൂടുതൽ വിദ്യാർത്ഥികൾ വേണമല്ലോ. ആ വിദ്യാർത്ഥികൾ നബി തങ്ങളുടെ ഭാര്യമാരല്ലാത്ത ഒരു വിദ്യാർത്ഥിക്കും സ്വകാര്യ ജീവിതത്തിലെ വിഷയങ്ങൾ ഒപ്പിയെടുത്ത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് അവിടുത്തേക്ക് കൂടുതൽ ഭാര്യമാർ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തത്. നമുക്കങ്ങനെ ഒരു ഡ്യൂട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം വിവാഹം പാടുള്ളതും അല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖസായിസുകൾ, പ്രത്യേകതകൾ എന്ന നിലക്ക് ധാരാളം പ്രത്യേകതകൾ പലവിധത്തിലുമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു ഹദീസിലുണ്ട്, ഈമാൻ 70-ലധികം ശാഖകളാണ്. അതിലേറ്റവും മേലെയുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേറ്റവും താഴെ പടിയിലുള്ള ശാഖ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള തടസ്സം നീക്കിക്കൊടുക്കലാണ്. അങ്ങനെ ഹദീസിൽ ഉണ്ട്. അതുകൊണ്ട് പറയട്ടെ, KL 14 AE 0727 വണ്ടി ഒന്ന് നീക്കിക്കൊടുക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു മേഖലയുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. വഴിയിൽ തടസ്സമുണ്ടാക്കാൻ പാടില്ല. അദ്ദേഹം മനഃപൂർവ്വം തടസ്സമുണ്ടാക്കിയ ആളല്ല. അദ്ദേഹം വെച്ച സ്ഥലത്ത് പിന്നീട് വല്ല പ്രയാസവും വന്നിട്ടുണ്ടാകും. അദ്ദേഹം പോയി അത് നീക്കിക്കൊടുക്കണം എന്ന് ആ വണ്ടിയുടെ ഉടമസ്ഥനെ അറിയിക്കുകയാണ്. ഇനി അനൗൺസ്മെന്റുകളൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല എന്നതും കൂടി അറിയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. എല്ലാ വിഷയത്തെക്കുറിച്ചും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നും ഒഴിഞ്ഞു പോയിട്ടില്ല. നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു അബർറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമീ. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഉറൂസ് നടക്കുകയാണ്. ഉറൂസ് നബി സല്ലല്ലാഹു അലൈഹി ജീവിതത്തിൽ ഉറൂസിന് തെളിവുണ്ടോ? അങ്ങനെയാണല്ലോ ചിലർ അങ്ങനെയാണല്ലോ സംശയം ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. ഞാൻ കുറ്റ്യാടിയിൽ മുതഅല്ലിമായ കാലത്ത് വഅദ് കേൾക്കാൻ വേണ്ടി പോയി. പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിലെ മുതഅല്ലിമാണ്. അവിടെ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നല്ല യുവാവാണ് അന്നത്തെ കാലത്ത്. ഉസ്താദിന്റെ 2 ദിവസത്തെ വഅദ് കറാമത്തും വൈജിദത്തുമാണ് വിഷയം. ഞാൻ എൻ്റെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരെയും കൂട്ടി ഞങ്ങൾ വഅദ് കേൾക്കാൻ വേണ്ടി ടാക്സിയും കൂട്ടി പോയി. അവിടെ വയലിലിരുന്ന് ഇങ്ങനെ ക്ലാസ് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുകയാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഘോരമായ മഴ വന്നു. കുറ്റ്യാടി ഇന്നത്തെ കുറ്റ്യാടി അല്ല. അന്ന് 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയുമില്ല, ഒരൊറ്റ മദ്രസയുമില്ല. അവിടെയുള്ള ജാറൊക്കെ അടിച്ച് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രദേശമാണ് അന്ന്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറ്റ്യാടി നിറയെ മുസ്ലിയാമാരും തലയെക്കെട്ടുകാരും നിറഞ്ഞു കിടക്കുകയാണ്. അത് സിറാജുൽ ഹുദ അതിന്റെ ശേഷം. ഇത് ഞാൻ പഠിക്കുന്ന കാലത്തുള്ള സംഭവം പറയും. അങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഘോരമായ മഴ വന്നു. മഴ വന്നപ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് ഓടാൻ നോക്കുകയാണ്. ഒരു വയലിലാണ്, മുക്കത്ത് താഴെ വയലിൽ എന്നാ പറയാ. അവിടെയാണ് സുബ്ഹാനല്ലാഹ് ഞാൻ ആ ഇരുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാഹ് ഇപ്പൊ സിറാജുൽ ഹുദന്റെ ഒരു കെട്ടിടമുണ്ട്. അങ്ങനെ അവിടെ വെച്ച് വയൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. മഴ പെയ്തു. ആളുകൾ എഴുന്നേറ്റ് ഓടുമ്പോൾ ശൈഖുനാ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഒരൊറ്റ കുട്ടി ഓടണ്ട, മുഹീദ്ദീൻ ശൈഖിന്റെ ബർക്കത്ത് കൊണ്ട് മഴ പെയ്യൂല. എന്റെ നെഞ്ഞിടിക്കുകയായിരുന്നു. കാരണം അഥവാ ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കൂക്കും കൊണ്ടൊരു കളിയായിരിക്കും ഇവിടെ എന്ന് വിചാരിച്ച് ഞെഞ്ഞിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു മനക്കരുത്താണ്. അങ്ങനെ പറഞ്ഞു അൽഹംദുലില്ലാഹ് മഴ അങ്ങനെ തന്നെ നീങ്ങിപ്പോയി. പിന്നെ അതിൻ്റെ പരിസരങ്ങളിലൊക്കെ അന്ന് മഴ പെയ്തിട്ടുണ്ട്, അവിടെ മാത്രം പെയ്തിട്ടില്ല. ഇരിക്കട്ടെ, അത് പറയലല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് ലാസ്റ്റ് ഉസ്താദിന്റെ കയ്യിൽ കുറെ ചോദ്യങ്ങൾ ഉസ്താദ് വായിച്ച് മറുപടി പറയാണ്. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം എന്താണെന്നറിയോ? തലേ ദിവസം ഉസ്താദ് പറഞ്ഞിരുന്നു, ചോദ്യം ചോദിക്കുന്നവൻ പേരും ബാപ്പാന്റെ പേരും എഴുതിക്കൊണ്ട് ചോദിക്കണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നവരോട് ഇങ്ങനെ അഡ്രസ് ചോദിക്കാൻ പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഉണ്ടോ, ഹദീസിൽ ഉണ്ടോ എന്നാണ് ചോദ്യം.
ഉസ്താദ് വളരെ പുഞ്ചിരിയോടുകൂടി സൗമ്യമായി പറഞ്ഞു, ഉണ്ട് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം ചോദിക്കാൻ ഹിന്ദ് റളിയല്ലാഹു അൻഹ വന്നു, സൈനബ് റളിയല്ലാഹു അൻഹ വന്നു. അങ്ങനെ സൈനബ് ബീവിക്ക് ഉള്ളിൽ കയറി സംശയം ചോദിക്കാൻ കഴിയാതെ വാതിൽ തുറക്കുന്നതും പുറത്ത് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു. അദ്ദേഹത്തോട് രണ്ട് സ്ത്രീകൾ, വേറൊരു സ്ത്രീയും കൂടിയുണ്ട്. അങ്ങനെ ആ വന്ന ആളോട് ഇവർ പറഞ്ഞു, നിങ്ങൾ കയറിയാൽ ഇങ്ങനെ സ്ത്രീകൾ പുറത്ത് സംശയം ചോദിക്കാനിരിക്കുന്നുണ്ട് എന്നൊന്ന് പറയണം. ഒന്ന് സൈനബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പോയി ആ കാര്യം ഉണർത്തി. ഉടനെ റസൂൽ ചോദിച്ചു, അയ്യുസയാനിബി, ഏത് സൈനബയാണ്? ആളെ മനസ്സിലാണോ? അയ്യുസയാനിബി, ഏത് സൈനബയാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന സൈനബയാണ് എന്ന് പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സംശയം ചോദിക്കുന്നവരോട് അവരെ സംബന്ധിച്ച് അഡ്രസ്സ് ചോദിക്കുന്ന പതിവും ഉണ്ട് എന്ന് ഉസ്താദ് അവറുകൾ അന്ന് മറുപടി പറഞ്ഞത് എനിക്ക് ഓർമ്മയിൽ വരികയാണ്. ഈ സംശയം ചോദിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു കൂട്ടറുണ്ടല്ലോ, അവരെ ധാരണ അവര് മുങ്കർ നക്കീറും ആലിമീങ്ങളൊക്കെ ഖബറിലുമാണ് എന്നാണ്. അങ്ങനെ ഒരു ധാരണ വേണ്ട. ആലിമീങ്ങളൊക്കെ ഖബറിൽ കിടന്നിട്ട് ഈ സംശയം ചോദിക്കുന്ന പുത്തൻവാദി മാത്രം സംശയക്കാരൻ, അങ്ങനെ ഒരു ധാരണയൊന്നും ആർക്കും വേണ്ട. പരിശുദ്ധ ഇസ്ലാമിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളെ അംഗീകാരത്തോടുകൂടി നടക്കുന്ന ഏത് വിഷയങ്ങളുണ്ടോ അതിന് മുഴുവനും ഖുർആനിലും ഹദീസിലും തെളിവുകളുണ്ട്, യാതൊരു സംശയവും ഇല്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോൾ ഉറൂസ് നടക്കുകയാണ്. അപ്പൊ ചിലർക്ക് സംശയം, കൊല്ലത്തിലൊരു പ്രാവശ്യം അങ്ങനെ ഒരു സിയാറത്തുണ്ടോ? ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ശുഹദാക്കളുടെ ഖബർ കൊല്ലത്തിലൊരു പ്രാവശ്യം സിയാറത്ത് ചെയ്തിരുന്നു എന്ന്, പ്രത്യേകമായി വർഷത്തിലൊരിക്കൽ സിയാറത്ത് ചെയ്തിരുന്നു എന്ന് നമുക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. തഫ്സീർ റാസിയിൽ കാണാം, വേറെ പല സ്ഥലങ്ങളിലും കാണാം. അപ്പൊ അങ്ങനെയുണ്ട്. ഇനി ഞാൻ പറയട്ടെ, അതേ മരണപ്പെട്ടു പോയവരുടെ പേരിൽ എന്താണ് ഈ ഉറൂസിൽ നടക്കുന്ന കാര്യം? ഉറൂസിൽ നടക്കുന്നത് ഭക്ഷണം കൊടുക്കുക അല്ലേ? ഭക്ഷണം കൊടുക്കില്ലേ? ഭക്ഷണം കൊടുക്കുക. പിന്നെന്താണ്? അതേ ആരുടെ ഉറൂസാണോ നടക്കുന്നത് അവരുടെ മഹത്വം പറയുക. പിന്നെന്താ നടക്കുന്നത്? അവര് പഠിപ്പിച്ച ഒരാശയമുണ്ട്. ഇവിടെ കുമ്പോലിൽ വന്ന് പൂർവകാലത്ത് ദീനീ പ്രവർത്തനം നടത്തിയ അറബി വലിയുള്ള പഠിപ്പിച്ച ഒരാശയമുണ്ട്. ഇവിടെയുള്ള സയ്യിദന്മാര് പഠിപ്പിച്ച ഒരാശയമുണ്ട്. മുൻഗാമികൾ പഠിപ്പിച്ച ആശയമുണ്ട്. ആ ആശയമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. ആ ആശയം ഇവിടെ സ്റ്റേജുകളിൽ വെച്ച് പറയുന്നു. അതേ നേരത്തെ ഞാൻ വരുമ്പോ നിസ്കരിക്കണം എന്നതാണ് പ്രധാനമായി പറയുന്ന കാര്യം. അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേ പ്രത്യേകിച്ച് മിഅ്റാജ് നടന്ന മാസമാണ് റജബ് എന്നതുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും ഇപ്പോൾ അതേ ഒരു പ്രത്യേകമായി നിസ്കാരത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നു. അതുപോലെ മഹാന്മാരുടെ മഖ്ബറയിൽ വളരെ അദബോടെ ഗുരുത്വത്തോടെ നിന്ന് ഖുർആൻ ഓതുന്നു, എന്നിട്ട് പ്രാർത്ഥന നടത്തുന്നു. അതുപോലെ അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ മഹത്വങ്ങൾ പറയുന്നു. ഇതല്ലേ ഉറൂസുകളിൽ നടക്കുന്നത്. വേറെ ചില ആളുകളുണ്ട്, സുബ്ഹാനല്ലാഹ്, നേർച്ച ഉറൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് കുറേ കതിന പൊട്ടിച്ച് എന്നിട്ട് ഉറങ്ങുന്ന കുട്ടികളൊക്കെ ഞെട്ടി തെളിയിച്ച്. അത് അവിടെ മാത്രമല്ല കേട്ടോ, നമ്മളെ ചെറുപ്പക്കാര കുട്ടികൾക്കുണ്ട് ഇപ്പൊ ഒരു വികൃതി. അതെങ്ങനെ? അതേ വധുവിന്റെ ഗൃഹത്തിലേക്ക് വരൻ പോകുമ്പോ കുറേ കതിനകൾ പൊട്ടിക്കുകയാണ്. വലിയ സൽക്കർമ്മമാണ് എന്നാണ് അവരുടെ ധാരണ. പക്ഷേ ഉറക്കിക്കിടത്തിയ ചെറിയ കുട്ടി ഞെട്ടി ഉണർന്ന് നിലവിളിക്കുകയാണ്. ആ കുട്ടികളോട് കാരുണ്യം കാണിക്കണ്ടേ യുവാക്കളെ? ആ ചെറിയ മക്കളെ വേദനിപ്പിക്കാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ തൊട്ടടുത്ത വീടുകളിൽ ഈ കതിന പൊട്ടിക്കുന്നതിന്റെ സമീപത്തുള്ള വീടുകളിൽ അതാ പിടിച്ചു കെട്ടിയ കുറെ കന്നുകാലികളുണ്ട്, പശുക്കളുണ്ട്. ആ പശുക്കുട്ടികളും പശുക്കളും നിങ്ങളുടെ കതിന പൊട്ടുന്ന ശബ്ദം കേട്ട് മേൽപോട്ടേക്ക് പേടിച്ച് വിറച്ച് ചാടുകയാണ്. ഈ മൃഗങ്ങളെ ആക്രമിക്കാൻ പാടുണ്ടോ? അവകളെ ഭീതിപ്പെടുത്താൻ പാടുണ്ടോ? പേടിപ്പിക്കാൻ പാടുണ്ടോ? എന്റെ നാട്ടിന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച വലിയൊരു കേസുണ്ടായി. എന്താണ് കേസ്? അതേ വിവാഹം നടക്കുന്ന അതേ വരന്റെ കൂടെ വന്ന ആളുകൾ വലിയ കതിന പൊട്ടിച്ചിട്ട് തൊട്ടടുത്ത വീട്ടിലൊരു ചെറിയ പിഞ്ചു കുഞ്ഞ് പേടിച്ച് വിറച്ച് ആ കുട്ടിക്ക് വലിയ ഹാർട്ടിന് തന്നെ പ്രയാസമായി പോയി. എന്നിട്ട് തലശ്ശേരി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പോലീസുകാർ കേസെടുക്കുന്നു. ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരോട്
താഴ്മയോടെ, വിനയത്തോടെ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മൾ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചവരാണ്, അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന് ജീവിക്കേണ്ടവരാണ്. നമുക്ക് അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയില്ലാത്ത ഒരു വിഷയവുമില്ല. ഒരിക്കലും തന്നെ സന്തോഷം അതിര് കടക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദ് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൽ പറഞ്ഞ വിഷയം നിങ്ങൾക്കറിയില്ലേ? അതേ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈ ലാ തസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും. എന്താണ് ആ ആയത്തിൽ പറയുന്നത്? ലോകത്ത് സംഭവിക്കുന്നതെല്ലാം പടച്ചവന്റെ തീരുമാനം അവൻ നടപ്പാക്കുന്നതാണ്. എന്നാൽ അതേ, അത് നിങ്ങളെ പഠിപ്പിച്ചത് എന്തിനാണ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ ടെൻഷൻ അടിക്കണ്ട, നഷ്ടപ്പെട്ടു പോയതിൽ ടെൻഷൻ അടിക്കണ്ട. അള്ളാന്റെ തീരുമാനം നടക്കുകയാണ്. വലാ തഫ്റഹൂ ബിമാ ആതാകും. അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾ കവിഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കണ്ട, ആഹ്ലാദം പ്രകടിപ്പിക്കണ്ട. നിനക്ക് അതാ ഒരു നല്ല വധുവിനെ അല്ലാഹു തന്നാൽ, ആ വധുവിന്റെ വീട്ടിലേക്ക് വരന്റെ കൂടെ പോകാനുള്ള ആരോഗ്യം നിനക്ക് തന്നാൽ, അതിനുള്ള ശേഷി റബ്ബ് തന്നാൽ, ആ അനുഗ്രഹം ചെയ്ത റബ്ബിന് നന്ദി ചെയ്യുന്നതിന് പകരം തൊട്ടടുത്ത വീടുകളിലുള്ള കന്നുകാലികളെയും അവിടെ കിടക്കുന്ന പാവപ്പെട്ട ചെറിയ പിഞ്ചുമക്കളെയും കിടന്നുറങ്ങാൻ വിടാത്ത വിധം വലിയ വലിയ കതിനകൾ പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അത് നമ്മുടെ ഇസ്ലാമിന് ചേർന്നതല്ല കേട്ടോ. തൃശ്ശൂർ പൂരമാണോ? നമുക്ക് ഇസ്ലാമിന്റെ നിയമല്ലേ? തൃശ്ശൂർ പൂരത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അത് നമ്മളെ മതത്തിലുള്ള ആളുകൾ ചെയ്യുന്ന പരിപാടിയല്ലല്ലോ, അതിനെപ്പറ്റി പറയേണ്ടത് ഞാനല്ലല്ലോ. അതേ സമയത്ത് നമ്മുടെ മതത്തിലുള്ള ആളുകൾ ഉപദേശിക്കാനുള്ള ബാധ്യത അത് പണ്ഡിതന്മാർക്കില്ലയോ? ഓ സഹോദരന്മാരെ, ഇതുപോലെ സുബ്ഹാനല്ലാഹ്, ഞാൻ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. ചേറ്റുവ, അതേ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടിനടുത്ത് ചേറ്റുവ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ നേർച്ച എന്നും പറഞ്ഞൊരു പരിപാടി. ആ പരിപാടിക്ക് ഒരു ആനയെ കൊണ്ടുവന്നു. ആ ആന സുബ്ഹാനല്ലാഹ് ഇടഞ്ഞു എന്ന് മാത്രമല്ല, ആന പാപ്പനെ അടക്കം അതാ ഞെക്കി ഇടിച്ച് കൊന്നു കളഞ്ഞു. അന്ന് അത് കാണിച്ചുകൊണ്ട് തന്നെ, അത് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ഞാൻ കേരളം മുഴുക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം നേർച്ചക്ക് അങ്ങനെ കുറെ ആനയെ കൊണ്ടുവന്ന് അവിടെയുള്ള ആളുകളെ ദ്രോഹിക്കണം എന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. ഇതേപോലെ പുതിയങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മലപ്പുറം ജില്ലയിൽ, തിരൂരിനടുത്ത്. ആ പുതിയങ്ങാടിയിൽ ഈ അടുത്ത് ആന ഇടഞ്ഞിട്ട് അതാ ചിലർക്കൊക്കെ പരിക്ക് പറ്റി. പക്ഷേ ആ പ്രദേശത്ത് പോയി അവിടുത്തെ നേർച്ചക്കെതിരെ ശക്തമായി പ്രസംഗിച്ചവനാണ് ഞാൻ. അൽഹംദുലില്ലാഹ്, ഞാൻ പ്രസംഗിച്ചതുകൊണ്ട് അവിടുത്തെ ആ ജമാഅത്തിന്റെ പ്രസിഡന്റ് അടക്കം അത്തരം നേർച്ചക്കിനി ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഭാരവാഹി അടക്കം മാറി നിന്നിരുന്നു. പക്ഷേ അവിടെയുള്ള ചില രാഷ്ട്രീയക്കാരായ ആളുകളും അതുപോലെ ഈ നേർച്ച കൊണ്ട് കച്ചവടം നടത്താൻ വിചാരിച്ച കുറെ ആൾക്കാരും അത് നിർത്തിയാൻ പറ്റൂല എന്ന് പറഞ്ഞു വീണ്ടും എടുത്തുകൊണ്ടുവന്ന് അതിന്റെ നാശമാണ് കഴിഞ്ഞ ആഴ്ച അവിടെ സംഭവിച്ചത്. ആലിമീങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം, അവര് പറയുന്നത് കേൾക്കണം. അവർക്കറിയാം എങ്ങനെയാണ് നേർച്ചകൾ നടത്തേണ്ടത്, എങ്ങനെയാണ് ഉറൂസ് നടത്തേണ്ടത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച രീതിയിലായിരിക്കണം. അല്ലാതെ നമ്മൾ എന്തെല്ലാമോ കാട്ടിക്കൂട്ടിയിട്ട് ഇത് ഉറൂസാണ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, നേർച്ചയാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സുബ്ഹാനല്ലാഹ്, ഏത് കാര്യം ചെയ്യുമ്പോഴും ولا تتبع أهواء الذين لا يعلمون. ഓ നബിയെ, തങ്ങൾക്കൊരു പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം തന്നിട്ടുണ്ട്. ആ ശരീഅത്ത് അഥവാ ഇസ്ലാമിക നിയമസംഹിത, ആ നിയമമനുസരിച്ച് അത് ഫോളോ ചെയ്ത് ജീവിക്കണം. വിവരമില്ലാത്തവര് തടീച്ചയനുസരിച്ച് ജീവിക്കുമ്പോ ആ തടീച്ചയെ ഒരിക്കലും തന്നെ പിന്തുടർന്നു പോയിക്കൂടാ.
പരിശുദ്ധ ഇസ്ലാമിൽ എല്ലാ വിഷയത്തിനും മാതൃകയുണ്ട്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ വഫാത്തായി. നബി തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമുള്ള ഭാര്യയാണ്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് വലിയ സഹായം കിട്ടിയ വളരെ തറവാടിത്തമുള്ള പെണ്ണാണ്. ഒരുപാട് മഹത്വമുള്ള സ്ത്രീയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാണ് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. കാരണം എന്താണ്? അതേ അഫ്ളലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ളു ഫില്ലാഹ്. സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മം അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കലാണ്, അല്ലാഹുവിന്റെ പേരിൽ വെറുക്കലാണ്. സ്നേഹത്തിന്റെ മാനദണ്ഡം പടച്ച റബ്ബിന് വേണ്ടിയുള്ള സ്നേഹം, വെറുപ്പിന്റെ മാനദണ്ഡം പടച്ച റബ്ബിന് വേണ്ടിയുള്ള വെറുപ്പ്. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നേരത്തെ ഞാൻ ഓതിയില്ലേ ബുഖാരിയിലെ ഹദീസ്, ഇന്നി ലസ്തു മിസ്ലകും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ അത് ശരിയല്ല. മുഹമ്മദ് നബി നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് പുത്തൻവാദികൾ കൃത്യമായി അവരുടെ മാസികകളിൽ എഴുതി വെച്ചത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ള നമ്മളെപ്പോലൊരു കേവല മനുഷ്യനാണെന്ന് പറയുമ്പോ അവനെ സ്നേഹിക്കാൻ വകുപ്പില്ല, അവന്റെ കൂടെ ചേരാൻ വകുപ്പില്ല. കാരണം അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കലാണ്, അല്ലാഹുവിന് വേണ്ടി വെറുക്കലാണ്. അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുന്നവരെ സ്നേഹിക്കാൻ വകുപ്പില്ല. ഇതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് കയ്യും കാലുമുണ്ടെന്ന് പറയുന്നവരും, പടച്ചവൻ ഒരു സിംഹാസനത്തിന്റെ മുകളിൽ ചമ്മി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നവരും, ഉപവിഷ്ടനായി എന്ന് പറയുന്നവരും, സിംഹാസനസ്ഥനായി എന്ന് പറയുന്നവരും, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായി ഉറൂസിനെ ചോദ്യം ചെയ്യുന്നവരാശയക്കാരാണ്. പടച്ചവൻ ഒരു സിംഹാസനത്തിന്റെ മുകളിൽ പടച്ചവന്റെ ചന്തി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നവരാണവർ. അവരെ സ്നേഹിക്കാൻ വകുപ്പില്ല, അവരെ കൂടെ ചേരാൻ വകുപ്പില്ല. പടച്ചവന് വേണ്ടിയാകണം സ്നേഹം, പടച്ചവന് വേണ്ടിയാകണം വെറുപ്പ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ പരിശുദ്ധ റമദാനിൽ 20 റകഅത്ത് തറാവീഹ് നടപ്പാക്കി കാണിച്ചു തന്നു. അതിനാൽ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പഠിപ്പിച്ചു 20ൽ കുറഞ്ഞ തറാവീഹില്ല. എന്നാൽ അതിൽ നിന്ന് 12 റകഅത്ത് വെട്ടി നുറുക്കി നശിപ്പിക്കുമ്പോൾ, അതിന്റെ പേരിൽ പള്ളിയിൽ തർക്കമുണ്ടാക്കി മുസ്ലിം പള്ളികളിൽ ഭിന്നിപ്പുണ്ടാക്കുമ്പോൾ, ആ ഭിന്നിപ്പുണ്ടാക്കുന്നവരെ സ്നേഹിക്കാൻ വകുപ്പില്ല, അവരെ കൂടെ ചേരാൻ വകുപ്പില്ല. സഹീഹുൽ ബുഖാരിയിലെ 916 നമ്പർ ഹദീസാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നമുക്കറിയാമല്ലോ, ഹബീബ് നബി തങ്ങളുടെ 2 മക്കളെ വിവാഹം കഴിച്ച മഹാനാണ്. ഒരേ സമയത്തല്ല, ഒരേ സമയത്ത് ജേഷ്ഠത്തിയെയും അനുജത്തിയെയും കല്യാണം കഴിക്കാൻ പറ്റൂലല്ലോ. എന്നാൽ ഒരു കുട്ടി മരിച്ചതിന് ശേഷം മറ്റേ കുട്ടി, വിരോധമില്ലല്ലോ. അങ്ങനെ 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ച് സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂല് നാവ് കൊണ്ട് പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ ജുമഅയുടെ 2 ബാങ്ക് ഫസബത്തൽ അംറു അലാ ദാലിക, ജുമഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞത് നബി തങ്ങളുടെ കൂടെ 7ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോയ സഹാബിയായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു ആണ്. അത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. സഹാബത്ത് പറയുന്നു, ജുമഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു, ആ 2 ബാങ്ക് വിളിച്ചാൽ നരകത്തിലാണെന്ന് പറഞ്ഞു ജുമഅയുടെ 1 ബാങ്ക് അതാ ക്യാൻസൽ ചെയ്യുന്നവരുണ്ടല്ലോ, ചെയ്തവരുണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിലൊന്നും അത്തരം ഫസാദുകൾ ഉണ്ടാവുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുബ്ഹാനല്ലാഹ്.
കുറ്റ്യാടിയിൽ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് 11 മഹല്ലുകളിൽ അതാ 2 ബാങ്കുള്ള ജുമയില്ല, അറബിയിലുള്ള ഖുതുബയില്ല, 20 റക്അത്ത് തറാവീഹില്ല. എന്തേ? സഹാബികളൊക്കെ പിഴച്ചുപോയവരാണെന്നും നരകത്തിലാണെന്നും ബിദ്അത്തുകാരാണെന്നും അവര് സഹാബത്തിനെ മുദ്രകുത്തി. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബിനെ അവര് നരകക്കാരനാക്കി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നരകക്കാരനാക്കി, അലി ഇബ്നു അബീ താലിബ് തങ്ങളെ നരകക്കാരനാക്കി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പലരെയും നരകക്കാരനാക്കി. എന്ന് മാത്രമല്ല, അറിയില്ലേ നിങ്ങൾക്ക്, അതേ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹിന്റെ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ വാള് കൊണ്ട് വെട്ടിയിട്ട് തലക്ക് വെട്ടിയിട്ട് കൊന്നുകളഞ്ഞു. എന്തിനാ കൊന്നത്? അലി റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്യുന്ന ആളാണ് എന്ന് വാദിച്ചു. മുഖ്യധാരാ മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കീങ്ങളാണ്, അബൂജഹലിനെ പോലെയാണ് എന്ന വാദമുന്നയിച്ചു. ഇന്നും പുത്തൻവാദികൾ അതേ മുഖ്യധാരാ മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്. ഉറൂസ് ശിർക്ക്, മാല ശിർക്ക്, മൗലിദ് ശിർക്ക് ഒക്കെ ശിർക്കിന്റെ പട്ടികയിലല്ലേ എണ്ണിയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ ലോക മുസ്ലിമീങ്ങളെ മുഴുവനും ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറഞ്ഞ് വിധി പറഞ്ഞാൽ പടച്ചവന്റെ കോടതിയിൽ ഈ മുസ്ലിമീങ്ങൾ മുഴുവനും പ്രതിപക്ഷത്ത് വരുമ്പോ ഈ കക്ഷികൾ എന്താണ് ചെയ്യുകയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പടച്ചവന്റെ കോടതിയിൽ അവരെന്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സന്താന പരമ്പരകളിൽ, ശിഷ്യ പരമ്പരകളിൽ, ഞങ്ങളെ സ്നേഹിച്ചവരുടെ പരമ്പരകളിൽ സുന്നത്ത് ജമാഅത്തിനപ്പുറത്തേക്ക് 1 ഇഞ്ച് നീങ്ങുന്ന ഒരാളെയും നീ കൊണ്ടുവരരുത് അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യേണ്ട കാര്യമാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്, അവിടുത്തെ ചര്യയാണ്. അഫ്ദലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. പടച്ചവന് വേണ്ടി സ്നേഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമല്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ അറബിത്തങ്ങളെ സ്നേഹിക്കുന്നത് എന്തിനാണ്? അതെ, ഇവിടെ കുമ്പോൾ സയ്യിദന്മാരെ സ്നേഹിക്കുന്നത് എന്തിനാണ്? നമ്മൾ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് എന്തിനാണ്? അത് പടച്ചവന് വേണ്ടിയാണ്. എന്തുകൊണ്ട്? പടച്ച റബ്ബിന്റെ ഖുർആനിൽ റബ്ബ് പറഞ്ഞു, പറയൂ നബിയേ, ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. പറയൂ നബിയേ, ഞാൻ നിങ്ങളോട് ഈ പ്രബോധന പ്രവർത്തനത്തിന്റെ വകയായി ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കണമെന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയത്, യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർദും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു കഫാകും മിൻ അളീമിൽ ഖദ്രി അന്നകും മൻ ലം യുസല്ലി അലൈക്കും ലാ സലാത ലഹു. നബി കുടുംബമേ, നിങ്ങളെ സ്നേഹിക്കൽ പടച്ച റബ്ബ് നിർബന്ധമാക്കിയതാണ്. നിങ്ങൾക്ക് നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നിങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ നിസ്കാരം പൂർണ്ണമാകുന്നില്ലല്ലോ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നബി തങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും സലാത്ത് വേണം. ഓ സുഹൃത്തുക്കളെ, അപ്പൊ നബി കുടുംബത്തെ സ്നേഹിക്കണം. അത് വലിയ പുണ്യമുള്ള അമലാണ്, ഖുർആനാണ്. ഹദീസിൽ എത്രയോ സ്ഥലത്ത് എത്രത്തോളം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഉർഖുബൂ മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ വീക്ഷിക്കണം. ഫീ അഹ്ലി ബൈതിഹി, അവിടുത്തെ കുടുംബത്തിൽ. അവിടുത്തെ കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറിയാൽ, അവിടുത്തെ കുടുംബത്തെ ബഹുമാനിച്ചാൽ, കുടുംബത്തെ സ്നേഹിച്ചാൽ നബി തങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ കുടുംബത്തെ സ്നേഹിക്കണം. എന്നാൽ അതാ ഉറൂസ് പാടില്ല എന്ന് പറയുന്ന കക്ഷികൾ അവരുടെ
പത്രത്തിൽ, പ്രബോധനത്തിലും ശബാബിലും ഒക്കെ എഴുതി വെച്ചത് എൻ്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? തങ്ങന്മാര് തന്നെ സംഗതിയില്ല, അതൊക്കെ ഓരോരുത്തർ കെട്ടി ഉണ്ടാക്കിയതാണ്. സയ്യിദന്മാര് തന്നെ അങ്ങനെ ഒന്നില്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. സയ്യിദന്മാരെ കൈപിടിച്ച് ചുംബിക്കാൻ പാടില്ല. ചുംബിക്കുകയല്ല വേണ്ടത്, ആ കൈ ഛേദിച്ചു കളയുകയാണ് വേണ്ടത്, അതായത് വെട്ടിക്കളിയാണ് വേണ്ടത് എന്നാ പ്രബോധനത്തിലുള്ളത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ എന്തെല്ലാം അസംബന്ധങ്ങളാണ് തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തി എഴുതുന്നത്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയില്ല. ഓ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യം അൽ ഹുബ്ബു ഫില്ലാഹ്, പടച്ചവന് വേണ്ടി സ്നേഹം, പടച്ചവന് വേണ്ടി വെറും. നമ്മൾ ബദരീങ്ങളുടെ ആണ്ട് കഴിക്കാറുണ്ട്. ബദരീങ്ങൾ നമുക്ക് കട്ടൻ ചായ വാങ്ങി തന്നിട്ടല്ല, നമുക്ക് വിസ പാസാക്കി കിട്ടുമല്ല, പിന്നെ എന്തിനാണ്? ബദരീങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അവരുടെ എല്ലാം ത്യജിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാണ്. വജാദൂബി അംവാലിൻ വബഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. അവരെ സ്നേഹിക്കുന്നു നമ്മൾ. നബിതങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണത്തിന് പോയി. റുബയ്യ ബിൻത് അഫ്രായിന്റെ വീട്ടിലെ കല്യാണമാണ്. കല്യാണം നടക്കുമ്പോൾ അവിടെ കുട്ടികൾ പാട്ടുപാടുകയാണ്. കല്യാണ വീട്ടിൽ പാട്ടുപാടാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയൂല. പാട്ടുപാടുന്നതിന് വിരോധമില്ല, പക്ഷേ ബുറുദയാണെന്ന് പറഞ്ഞിട്ട് തോന്നിയാസം പാടാൻ പാടില്ല. അതേ ബുറുദപ്പാട്ടാണെന്നും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ മുമ്പിൽ വഷളാകുന്ന പാട്ടുപാടാൻ പാടില്ല. ബുറുദ പാടുന്നവര് ബുറുദ പാടണം, അനാവശ്യം പാടാൻ പാടില്ല. ഓ സുഹൃത്തുക്കളെ, അതുപോലെ ഓരോരുത്തരും അതാ ദീനിന്റെ നിയമം ദീനിന്റെ നിയമം മറികടക്കാൻ പാടില്ല. അതേ നബിതങ്ങൾ കയറി ചെല്ലുമ്പോ ബദർമാല പാട്ടാണ് പാടുന്നത്, സഹാബത്തിന്റെ മക്കളാണ്. അതേ ബദർ ബുഖാരിയിലെ ഹദീസാണ്. ബദർ സുഹദാക്കളെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പാട്ട് പാടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കേട്ടുകൊണ്ടാണ് കയറി വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ ആ ചെറിയ മക്കൾ ആ ബദർമാലപ്പാട്ട് അവിടെ നിർത്തി നബി തങ്ങളെ കുറിച്ച് പാടുകയാണ്. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദീം. ഞങ്ങളെ കൂട്ടത്തിലൊരു മഹാനായ നബിയുണ്ട്. ആ നബിക്ക് നാളെ വരുന്ന വിവരം ഇന്ന് തന്നെ അറിയാൻ കഴിയുന്നു. പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മറഞ്ഞ കാര്യം അറിയാൻ കഴിയും എന്ന് പറയുമ്പോൾ പരിഹസിക്കുന്നവരില്ലേ? ഈ ചെറിയ പിഞ്ചുമക്കൾ, സഹാബത്തിലുള്ള പിഞ്ചുമക്കൾ, അവർക്കറിയാം നബിതങ്ങൾക്ക് ഈ നാളെ വരുന്ന കാര്യം ഇന്ന് തന്നെ അറിയാൻ സാധിക്കാറുണ്ട്. എന്തേ അവരങ്ങനെ പാടാൻ കാരണം? ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം ഹബീബ് നബിതങ്ങൾ ബദറിൽ വന്നു. എന്നിട്ട് കുറഞ്ഞ സ്ഥലം മാർക്ക് ചെയ്യുകയാണ്. പില്ലറിന് വേണ്ടി എഞ്ചിനീയർ മാർക്ക് ചെയ്യും പോലെ നബിതങ്ങൾ മാർക്ക് ചെയ്യുകയാണ്. ഹാദാ മസ്റഉ ഫുലാൻ, ഹാദാ മസ്റഉ ഫുലാൻ. നാളെ യുദ്ധം നടന്നാൽ അബൂജഹൽ ഇവിടെ വീണിട്ടാണ് ചാവുക, ഉത്ബത്തി ഇവിടെയാണ് വീഴുക. അങ്ങനെ ഓരോ ധിക്കാരികളും അക്രമികളും വീഴുന്ന സ്ഥലം തലേ ദിവസം നബിതങ്ങൾ മാർക്ക് ചെയ്യുന്നു. പിറ്റേ ദിവസം ബദർ യുദ്ധം നടന്നപ്പോൾ ആ സ്ഥലത്ത് തന്നെ വീണിട്ടവർ അതാ ജീവൻ പോകുന്നു. ഇത് അറിയാവുന്ന മക്കളാണ്, അവരാണ് പാടുന്നത്. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദീം. സുഹൃത്തുക്കളെ, ഔലിയാക്കൾക്കും പലപ്പോഴും മറഞ്ഞ കാര്യം അറിയാൻ കഴിയും. നിങ്ങൾ കേട്ടില്ലേ ബുഖാരിയിൽ തന്നെയുള്ള ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹാബത്ത് ഉഹദിൽ വരുന്നു. ആ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത അബ്ദുള്ള റളിയല്ലാഹു അൻഹു മകൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. മകനോട് പറയുന്നു, ഇന്നീ ലാ ഉറാനി ഇല്ലാ മഖ്തൂലൻ ഫീ അവ്വലി മൻ ഖുതില. നാളെ ഉഹദ് യുദ്ധം നടന്നാൽ ആദ്യം മരിച്ചു വീഴുന്നത് ഞാനായിരിക്കും മോനെ.
പിറ്റേ ദിവസം ഉഹദ് യുദ്ധം നടന്നപ്പോൾ അതേ വിധത്തിൽ സംഭവിക്കുന്നു. ആകയാൽ ഔലിയാക്കൾക്കും പലപ്പോഴും മറഞ്ഞ കാര്യം അറിയാൻ കഴിയും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അത് കഴിയില്ലെന്ന് വാദിച്ചത് മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു ടീമാണ്. ആ മുഅ്തസിലത്തിന്റെ വാദം ഇപ്പോൾ പല പുത്തൻവാദികളും ഉന്നയിക്കാറുണ്ട്. മുഅ്തസിലത്ത് എന്ന് പറഞ്ഞ കക്ഷി ആരാണെന്നറിയോ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിട്ട് ചാട്ടവാറ് കൊണ്ടടിച്ചവരാണ്. അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിനെ തലവെട്ടി കൊന്നുകളഞ്ഞവരാണ്. ശാഫി ഇമാം തങ്ങളുടെ ശിഷ്യനായ അതേ അബൂ യഅ്ഖൂബുൽ ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ട് ചങ്ങലക്കിട്ടവരാണ്. ആ മുഅ്തസിലത്തിന്റെ പുത്തൻവാദങ്ങളിൽപ്പെട്ട ഒന്നാണ് ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്ന വാദം, ഔലിയാക്കൾ മറഞ്ഞ കാര്യം അറിയുകയില്ല എന്ന വാദം. അതൊക്കെ ഇപ്പോൾ ചിലർ കോപ്പി അടിച്ചിട്ടുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. ഇരിക്കട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക, ആ സ്നേഹം പ്രകടിപ്പിക്കുക, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുചര്യയിൽപ്പെട്ടതാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെ? അതിന്റെ രൂപമാണ് ഇമാം ബുഖാരി റിപ്പോർട്ടിനെ ഹദീസിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അതേ ഇന്നി മാഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാഗിർതു അലാ ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് ഉള്ളതുപോലത്തെ ഒരു ഈർഷ്യം എനിക്ക് വേറെ ആരോടും ഉണ്ടായിരുന്നില്ല. എന്തേ കാരണം? ആയിഷ ബീവിയെ ഞാൻ കണ്ടിട്ട്, അതേ ഖദീജ ബീവിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. എന്താ വിഷയം? ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവതിയായ എന്നെയും വെച്ചിട്ട് പണ്ടെങ്ങാനും വഫാത്തായിപ്പോ ഖദീജ ബീവിയുടെ ബഹുമാനം ഇങ്ങനെ പറയും. അപ്പൊ എനിക്കിങ്ങനെ ചൂടാവും. സ്വാഭാവികമല്ല, സ്ത്രീകൾക്കുണ്ടാകുന്ന സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ ആ ഭാര്യയെ ഇങ്ങനെ ബഹുമാനിച്ച് സ്നേഹിച്ച് പറയുമ്പോ എനിക്ക് ചൂടാകും. ആയിഷ ബീവി പറയാണ്, ഉള്ളിൽ ചൂടില്ല കേട്ടോ, അങ്ങനെയാണ് പിന്നെ ഇത് പറയൂലല്ലോ. എന്നിട്ട് മഹദി പറയാണ്, വലാകിൻ കാന യുക്സിറു ദിക്റഹാ. ആ ഖദീജ ബീവിയുടെ ബഹുമാനം നബി തങ്ങൾ ധാരാളം പറയും. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാന്ന് പഠിപ്പിക്കുകയാണ്. വഫാത്തായി പോയവരാകുമ്പോ അവരെ ബഹുമാനം ധാരാളം പറയുക. അതാ ബദർ മാല, അതാ ബദർ മൗലിദ്, അതാ മൊഹീദ്ദീൻ മൗലിദ്, അതാ മൊഹീദ്ദീൻ മാല. കാരണം അവരെ നമ്മൾ ദീനിനു വേണ്ടി സ്നേഹിക്കുകയാണ്. അപ്പൊ അവരെ ധാരാളം മഹത്വം പറയുകയും പാടുകയും ചെയ്യുകയാണ്. അത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്താ, തിരുചര്യയിൽപ്പെട്ടതാ. പിന്നെയോ നബിതങ്ങൾ ചിലപ്പോൾ ആട്ടിനെയർക്കും. ഉറൂസിന് ആട്ടിനറക്കാറില്ലേ, പോത്തറുക്കാറില്ലേ? നബിതങ്ങൾ ഖദീജ ബീവിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ആട്ടിനെ അറുക്കുന്നു. പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അത് നുറുക്കുന്നു. ഖദീജ ബീവിയെ സ്നേഹിക്കുന്ന സ്നേഹിതകൾക്ക് ആ ഭക്ഷണം അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തേക്കുന്നു, വിതരണം ചെയ്യുന്നു. അപ്പൊ മരണപ്പെട്ടു പോയ ബാപ്പയെ സ്നേഹിക്കുമ്പോ, ഉമ്മയെ സ്നേഹിക്കുമ്പോ, ബദരീങ്ങളെ സ്നേഹിക്കുമ്പോ, അറബിത്തങ്ങളെ സ്നേഹിക്കുമ്പോ, അതേ പോലും സയ്യിദന്മാരെ സ്നേഹിക്കുമ്പോ, വഫാത്തായി പോയവരെ സ്നേഹിക്കുമ്പോ ചെയ്യാനുള്ള സൽക്കർമ്മം എന്താണെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന സുന്നത്താണ്, ചര്യയാണ്. അവരെ ബഹുമാനം പറയുക, അവരെ അനുസ്മരിക്കുക, അവരെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുക. അതുകൊണ്ട് പറയട്ടെ, അതാ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് നിത്യജീവിതത്തിൽ തിരുസുന്നത്തിന്റെ പ്രാധാന്യം എന്ന വിഷയം കൊടുത്തിട്ട് ഉറൂസിന്റെ തെളിവ് പറഞ്ഞില്ലല്ലോ എന്നാർക്കും തോന്നണ്ട. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ചെയ്യുന്ന ഏത് വിഷയങ്ങളും ഏത് കാര്യങ്ങളുണ്ടോ അതിനെല്ലാം തെളിവുകളുണ്ട് ചെറുപ്പക്കാരെ. ഇനി ഞാൻ പറയട്ടെ, ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്അൻ ഫകാനൂ യസ്തഹിബൂന അൻ യുത്അമ അനിൽ മയ്യിതി സബ്അത അയ്യാം. മഹാന്മാരായ സഹാബികൾ മരിച്ച മയ്യിത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കും. 7 ദിവസം ഭക്ഷണം കൊടുക്കും.
കൊടുക്കൂന്ന് മാത്രമല്ല അത് സുന്നത്തായി അവർ മനസ്സിലാക്കി പ്രാവർത്തികമാക്കി. എന്തേ കാരണം? ആ ഹദീസിന്റെ തുടക്കത്തിൽ കാണാം, ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്അൻ. 7 ദിവസം മരിച്ച മയ്യത്തിന് ഖബറിൽ പരീക്ഷണമുണ്ട്, 7 ദിവസം ചോദ്യമുണ്ട്. അപ്പോൾ പരീക്ഷണത്തിൽ വിജയം കൈവരിക്കാൻ, പരീക്ഷണത്തിൽ അവർക്ക് ഇളവ് കിട്ടാൻ സഹാബത്ത് ചെയ്തൊരു സൽക്കർമ്മമാണ്. 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ അവർ ഭക്ഷണം നൽകി. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ ഹദീസ് എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹവീൽ ഫതാവയിൽ പറയുകയാണ്, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കാലം മുതൽ എൻ്റെ ഈ കാലം വരെ ഹിജ്റ 911 ഇമാം സുയൂത്തി തങ്ങൾ വഫാത്താകുന്നത്. മഹാനവറുകൾ എഴുതാണ്, 900ഓളം കൊല്ലമായി മക്കയിലും മദീനയിലും തുടർന്നു വരുന്ന സുന്നത്താണ് മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കൽ. സുഹൃത്തുക്കളെ, അതൊക്കെ ഇല്ലായ്മ ചെയ്യുകയല്ല വേണ്ടത്, അതൊക്കെ സുന്നത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇതുപോലെ നബിതങ്ങളെ സമീപത്ത് വന്ന് സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഇന്ന ഉമ്മീ മാതത് ഫഅയ്യു സദഖതി അഫ്ളു യാ റസൂലല്ലാഹ്. എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഉമ്മാന്റെ പേരിൽ കൊടുക്കാൻ ഏറ്റവും നല്ല സദഖ ഏതാണ്? നബിതങ്ങൾ പറയുന്നു, വെള്ളം കിട്ടാൻ വലിയ പ്രയാസമുള്ള സമയമാണ്, വെള്ളമാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കിണർ കുഴിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് ലി ഉമ്മി സഅദ്, സഅദിന്റെ ഉമ്മാക്കാണ്. മരിച്ചുപോയ ഉമ്മ കിണറ്റിന്ന് വെള്ളം എടുക്കോ, അതൊരു പ്രയോഗമാണ്. നമ്മളെ പെണ്ണുങ്ങൾ ചിലപ്പോൾ പറയൂലേ, ഈ കോഴി ബദരീങ്ങക്കാണ്, ബദരീങ്ങൾ കോഴി ഇറച്ചിരുന്നു. ഇല്ല, പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ബദരീങ്ങളുടെ പേരിൽ സദഖയാണ്. അതാണ് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സഅദിന്റെ ഉമ്മാക്കാണ്, അഥവാ ഉമ്മാന്റെ പേരിൽ സദഖയാണ്. അങ്ങനെ എത്രയെത്ര ഹദീസുകളുണ്ട്. ചിലർ ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അതേ ഖുർആനിലുണ്ടല്ലോ, വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവനവൻ ചെയ്തതേ കിട്ടുള്ളൂ, നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് ചിലർ ഖുർആൻ ഓതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. പക്ഷേ അവരോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങളെ ബാപ്പ മരിക്കുമ്പോൾ നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുന്നില്ലേ? അതുകൊണ്ട് മയ്യിത്തിനൊരു ഗുണവും കിട്ടൂല എന്നാണോ നിങ്ങളെ വിശ്വാസം? അല്ല, മയ്യത്തിന് ഗുണം കിട്ടൂന്നാണോ? എന്നാൽ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കുന്ന സമയത്ത് ദിക്റല്ലേ ചൊല്ലുന്നത്? അല്ലാഹു അക്ബർ എന്നത് ദിക്റല്ലേ? ആ ദിക്റിന്റെ ശേഷം പിന്നെ ഫാത്തിഹയല്ലേ ഓതുന്നത്? അത് ഖുർആനല്ലേ? മരിച്ച മയ്യത്തിന്റെ പേരിലല്ലേ നിസ്കാരം? അപ്പൊ ഈ ഫാത്തിഹയും മയ്യത്തിന്റെ പേരിലല്ലേ? പിന്നെയും തക്ബീറല്ലേ, ദിക്റല്ലേ, പിന്നെ സലാത്തല്ലേ, പിന്നെയും തക്ബീറല്ലേ, പിന്നെ മയ്യത്തിന്റെ പേരിൽ ദുആയല്ലേ? ഇതന്നല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ? അതൊക്കെ മയ്യത്തിന് ഫലം കിട്ടുന്നില്ലേ? ആകയാൽ മയ്യത്തിന് വേണ്ടിയുള്ള ദുആ, മയ്യത്തിന് വേണ്ടിയുള്ള സദഖ, മയ്യത്തിന്റെ പേരിലുള്ള ദിക്ർ, മയ്യത്തിന്റെ പേരിലുള്ള ഖുർആനോത്ത് എല്ലാം മയ്യത്തിന് ഫലം കിട്ടുന്നത് തന്നെ. നിസ്കരിച്ചതിന്റെ പ്രതിഫലമാർക്കാണ്? ചിലപ്പോ സാധാരണക്കാര് ചിലപ്പോ ചതിക്കൂ. ഷാഫി ഇമാം പറഞ്ഞിരിക്കുന്നു, ഖുർആൻ ഓതിയാൽ പ്രതിഫലം മയ്യത്തിന് കിട്ടൂല. അതുകൊണ്ടെന്താ അങ്ങനെ പറഞ്ഞു തന്നെ വെക്കുക? എന്നാലെന്താ പ്രതിഫലം ഒന്ന് എന്തിനാ പറയാ? പ്രതിഫലം ഒന്ന് വേറെ, ഫലം ഒന്ന് വേറെ. പ്രതിഫലം എന്ന് പറഞ്ഞാൽ എടുത്ത പണീന്റെ കൂലി. എന്നാ പ്രതിഫലം എന്ന് പറയാം? എടുത്ത പണീന്റെ കൂലി. ഞാനിവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഈ പ്രസംഗിക്കുമ്പോ ഇവിടെ കുറെ കസേരണ്ട്, ഇവിടെ മൈക്കുണ്ട്. അതിന്റെ പ്രതിഫലാർക്കാ? ആ വാടകക്കാരന്. അതിന്റെ ഫലാർക്കാ? ഫലം എനിക്കും നിങ്ങൾക്കും. ഫലം നമുക്ക്, പ്രതിഫലയാക്ക്. സ്വാഭാവികല്ലേ? അപ്പൊ പ്രതിഫലം ഒരാൾക്ക് കൊണ്ട് ഫലം കിട്ടൂല എന്നാ. മയ്യത്ത് നിസ്കരിക്കുന്നു, അതിന്റെ പ്രതിഫലായിരിക്കാ? നിസ്കരിച്ചാക്ക്. ഫലായിരിക്കാ? ഫലം മയ്യത്തിന്. മയ്യത്തിന് ഫലം കിട്ടുന്നു, നമുക്ക് പ്രതിഫലം കിട്ടുന്നു. ഇവിടെ എന്താ കുഴപ്പം? അപ്പൊ ഷാഫി ഇമാമിന് ഫലം കിട്ടൂല എന്നല്ല, പിന്നെ പ്രതിഫലം കിട്ടൂല എന്നാ പറഞ്ഞ ആ റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞത്. ഷാഫി ഇമാമിനോട് ചോദിച്ചില്ലേ? സഅഫ്റാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ? ഖബറിന്റെ അടുക്കുന്ന ഖുർആൻ ഒന്നിനെ പറ്റി ചോദിച്ചില്ലേ? എന്നിട്ട് ഓതാനല്ലേ പറഞ്ഞത്? ഷാഫി ഇമാം തങ്ങൾ വഫാത്തായപ്പോൾ ശിഷ്യന്മാര് 4 ഭാഗത്തും ഇരുന്ന് ഖുർആൻ ഓതിയില്ലേ? അതല്ലേ ചരിത്രം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ,
നമ്മൾ നേരത്തെ പതിവാക്കി വന്ന സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. അതാര് പറഞ്ഞാലും ഏത് ആന വലിച്ചാലും അത് നമ്മിൽ നിന്ന് വിട്ടുപോകരുത്, നടപ്പാക്കിക്കൊണ്ടേ ഇരിക്കണം. അതിൻ്റെ പുറമെ നമ്മൾ രാവിലെ ഉറക്ക് തെളിയുമ്പോൾ തന്നെ അതാ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൽ ബഅസ് വന്നുശൂർ, പടച്ചവന് അൽഹംദുലില്ലാ പറഞ്ഞ് എഴുന്നേൽക്കണം. ഉറങ്ങിക്കിടന്നിട്ട് പിന്നീട് എഴുന്നേൽക്കാതെ മരിച്ചുപോയ എത്ര ആളുകളെ എനിക്കറിയാം. അല്ലാഹു തന്ന ഉറക്കമാണ്. എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ പറയണം. മരണപ്പെട്ട വാർത്ത കേട്ടാൽ, മുസീബത്ത് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണം. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നെഞ്ഞത്തടിക്കാൻ പാടില്ല, നിലവിളിക്കാൻ പാടില്ല, മുടി പറിച്ചിടാൻ പാടില്ല. ഈ കാസർഗോഡ് ഭാഗത്തുള്ള സ്ത്രീകളോട് മൊത്തത്തിൽ വലിയ സ്നേഹമായിരുന്നു കുട്ടിക്കാലം മുതലേ. എന്തെന്നറിയോ, എൻ്റെ നാട്ടിലൊക്കെ പർദ്ദ ധരിക്കാത്ത കാലത്തും കാസർഗോഡുള്ള സ്ത്രീകളൊക്കെ പർദ്ദ ധരിക്കുമായിരുന്നു. എൻ്റെ നാട്ടിൽ ആദ്യമായി പർദ്ദ ധരിച്ചത് എൻ്റെ ഭാര്യ. അതിനു മുമ്പ് എൻ്റെ നാട്ടിൽ ഒരൊറ്റ പെണ്ണ് പർദ്ദ ധരിക്കാറില്ല. ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് സാരി എടുത്തില്ല, ഞാൻ പർദ്ദ എടുത്തു. അന്ന് അത് കണ്ടിട്ട് എൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്കും പർദ്ദ വാങ്ങി, അവരും പർദ്ദ ധരിച്ചു. ഒരു കല്യാണത്തിന് പോയി, എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു കല്യാണത്തിന് രണ്ടാള് മാത്രം പർദ്ദ ധരിച്ചവർ. പുതിയ പെണ്ണിനെ കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒരാൾ തമാശക്ക് പറഞ്ഞു, 2 വക്കീൽമാരും ഉണ്ട് എന്ന് പറഞ്ഞു. ഇതെനിക്ക് ഓർമ്മയുണ്ട്, കാരണം 2 ആള് മാത്രമേ പർദ്ദ ധരിച്ചവരുള്ളൂ. ഇപ്പൊ എൻ്റെ നാട്ടിൽ നിറയെ സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നവരാണ്. അന്ന് ഞാൻ അത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സ് തോന്നാറുണ്ട്, എന്ത് പറഞ്ഞിട്ട് ഫലം ഉണ്ടാവുമോ അല്ലാ, ഫലം ഉണ്ടായാലും ഇല്ലെങ്കിൽ നമ്മളെ ഡ്യൂട്ടി നിർവഹിക്കണ്ടേ, പറഞ്ഞതിനൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ സ്ത്രീകളൊക്കെ പർദ്ദ ധരിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനൊരു സങ്കടം പറയട്ടെ. നേരത്തെ നന്നായി തലമറച്ച കാസർഗോഡ് ഏരിയയിലുള്ള സ്ത്രീകൾ നന്നായി പർദ്ദ ധരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ചിരുന്ന സ്ത്രീകൾ പലരും മരിച്ചുപോയി. അള്ളാഹു അവരെ ഖബറിൽ സന്തോഷം നൽകട്ടെ. നരകത്തിൽ കടക്കുന്ന ചില സ്ത്രീകളെ കുറിച്ച് നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായില. ചില സ്ത്രീകൾ നരകത്തിലാണെന്ന് റസൂലുള്ള പറയാണ്. അതാരാണ്? വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലമാണ്. അതേ, ഉള്ളു കാണുന്ന കണ്ണാടി പോലുള്ള തട്ടമാണ്, ശരീരം കാണുന്ന ഡ്രസ്സാണ്, അതേ ധരിക്കാത്ത ഫലമാണ്. അന്യപുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാവുകയാണ്, അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുകയാണ്. അവരെ തലയതാ ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പല പോലെ മടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു സ്ത്രീകളുണ്ട്. റസൂലുള്ളാഹിന്റെ ശേഷം പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന, ആ സ്ത്രീകൾ സ്വർഗ്ഗത്തിൽ കടക്കൂല കേട്ടോ. വലാ യജിദിന റീഹഹാ, സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല. വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, എത്രയോ കിലോമീറ്റർ അകലെ നിന്ന് ലഭിക്കുന്ന സൂര്യന്റെ അതാ സ്വർഗത്തിന്റെ പരിമളം പോലും, അതേ അതിന്റെ നല്ല സുഗന്ധം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല. ശരീരം മറക്കാത്ത പെണ്ണാണ്, മുടി മറക്കാത്ത പെണ്ണാണ്. ഇപ്പോൾ സുബ്ഹാനല്ലാഹ് പല സ്ത്രീകൾക്കും മേക്കപ്പ് വേണം. ആ മേക്കപ്പിന് എത്ര സംഖ്യ ചെലവഴിച്ചാലും വിരോധമില്ല. നിങ്ങൾ മേക്കപ്പ് ആക്കിയിട്ട് നിങ്ങളെ ഭർത്താവിന്റെ റൂമിലേക്കാണ് കയറിപ്പോകുന്നതെങ്കിൽ ഞാൻ അതിനൊരു കുറ്റവും പറയുന്നില്ല. ഭർത്താവിന്റെ റൂമിലേക്ക് പോകുമ്പോൾ നാറിയ തുണിയും കുപ്പായവും ഇട്ട് പോവുകയും പുറത്തേക്ക് പോകുമ്പോൾ മേക്കപ്പ് നടത്തിയിട്ട് സുബ്ഹാനല്ലാഹ് മേക്കപ്പ് പൊട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് തലയിലെ മക്കന പോലും എടുത്തിട്ട് ആ മുടിയും കാണിച്ച് നടക്കുന്ന ചില സ്ത്രീകൾ പലപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ടെന്ന് കേൾക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ കടക്കണ്ടയോ? അവർക്ക് നരകം അവർക്ക് അനുഭവിക്കാൻ അവർക്ക് ധൈര്യമുണ്ടോ?
ചോദിക്കട്ടെ, ഒരു തീപിടുത്തം അമേരിക്കയിൽ നടന്നപ്പോ എന്തെല്ലാം സംവിധാനങ്ങൾ അമേരിക്കക്കാരന്റെ കയ്യിലുണ്ട്. അവിടെ ആർക്കെല്ലാം എന്തെല്ലാം ഡമ്പുള്ളവരുണ്ട്, എന്തെല്ലാം ട്രംപുള്ളവരുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾക്കറിയില്ലേ, തീപിടുത്തം വന്നപ്പോൾ കെടുത്താൻ കഴിയാതെ എത്ര ദിവസമാണ് ബുദ്ധിമുട്ടിയത്. ചോദിക്കട്ടെ, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ കത്തിക്കൊണ്ടിരിക്കുന്ന ജഹന്നം, ഇന്ന് നമ്മൾ കത്തിക്കുന്ന തീന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നം, ആ ജഹന്നം കത്തിയെരിയുമ്പോൾ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നമ യൗമൈദിൻ യതദക്കറുൽ ഇൻസാൻ അന്നാ ലഹു ദിക്റാ. സൂറത്തുൽ ഹാസിയ നിങ്ങൾ ഓതാറില്ലേ? ഓ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അതാ പടച്ചവന്റെ കോടതിയിൽ റബ്ബിന്റെ തീരുമാനം വരുന്നു. മലക്കുകൾ വന്ന് വലയം ചെയ്യുന്നു. ഒരാണിനും പെണ്ണിനും അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ കഴിയൂല, മാറിക്കളയാൻ കഴിയൂല, ഓടിക്കളയാൻ കഴിയൂല. വജീഅ യൗമൈദിൻ ബിജഹന്നം, ജഹന്നമിനെ അവിടേക്ക് കൊണ്ടുവരുന്നു. 70,000 വട്ടക്കണ്ണികളുള്ള ജഹന്നം, ഓരോ വട്ടക്കണ്ണികൾ 70,000 മലക്കുകൾ പിടിച്ചുകൊണ്ട് ആ ജഹന്നമിനെ മനുഷ്യരുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ചോദിക്കട്ടെ, അതേ ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ, 100 കണക്കിന് കൊല്ലങ്ങൾ, അതേ 1000കണക്കിന് കൊല്ലങ്ങൾ ആ ജഹന്നമിൽ കഴിയാൻ ധൈര്യമുണ്ടോ സ്ത്രീകളെ? അതിന് ധൈര്യമുണ്ടോ യുവാക്കളെ? പറയട്ടെ, ഈ പാവപ്പെട്ട എനിക്ക് ധൈര്യമില്ലെന്ന് മാത്രമല്ല, എനിക്കൊരു സെക്കൻഡും ആ ജഹന്നമിൽ കടക്കാൻ കഴിയൂല. അതുകൊണ്ടല്ലേ മഹാന്മാരെ പ്രാർത്ഥന, റബ്ബനാ ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ആ ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ മഹാന്മാരായ അടിമകൾ എപ്പോഴും കാവല് ചോദിക്കുന്നു. തൽക്കാലത്തേക്കുള്ള ഫാഷൻ, തൽക്കാലത്തേക്കുള്ള മോടി, തൽക്കാലത്തേക്കുള്ള ശാരീരിക ചാപല്യത്തിനടിമപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നരകം വിലക്ക് വാങ്ങല്ലേ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം.